ഹലോ, ഇന്ന് കക്ക ഡ്രൈ ഫ്രൈ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആർക്കും ഉണ്ടാക്കാം, അത്രയ്ക്ക് ഈസിയാണ്. ഇവിടെ ഞാൻ 1/2 കിലോ കക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വയ്ക്കണം. ഒരു 10 മിനിറ്റ് കുക്കറിൻ്റെ കവർ ഇടാതെ ജസ്റ്റ് ഒന്ന് അടച്ച് വേവിക്കണം. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടോ, കക്കയിൽ നന്നായിട്ട് വെള്ളം വരും. നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സിമ്മിലിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുത്തിക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചെടുക്കുന്നുണ്ട്. ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ചെറിയുള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അരിഞ്ഞിട്ട് ഇത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യണം. ഇനി ഇതിലേക്ക് മുളക് പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. കറിവേപ്പില ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കക്ക വെന്തോ നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഒന്ന് ഇളക്കി കൊടുക്കാം വെറുതെ. അങ്ങനെ ഞങ്ങൾ കക്ക ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു 5 മിനിറ്റോളം മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. നമ്മളെ കക്ക ഫ്രൈ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സാധാരണ റൈസിൻ്റെ കൂടെയോ ഒന്നും അല്ലാണ്ട് വെറുതെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഡ്രൈ ഫ്രൈ കക്ക ഇറച്ചി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. താങ്ക് യു.